സ്വീറ്റ്സ് ആണ്, മുഴുവനും കഴിക്കണം. ചക്കരയ്ക്ക് ബാക്കി എല്ലാവർക്കും കൊടുക്കണം. ആ മോന്റെ അച്ഛൻ മോളോട് എങ്ങനെയാ? അങ്കിൾ എന്നെ വലിയ കാര്യമാ, അമ്മയോട് സ്നേഹ. അച്ഛൻ എന്നാ അമ്മയുടെ അടുത്ത് വരുന്നത്? കടം വീട്ടുള്ള കാശുണ്ടാക്കിയിട്ട് വരുവോ? എവിടെയായിരുന്നു അത്ര നേരം? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന എന്താ? തിരിച്ചൊന്ന് വിളിക്കാമായിരുന്നില്ലേ? രാഹുൽ, എന്താ ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെ തുരുതുര ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഏതിന് മറുപടി പറയണം? നിങ്ങൾ എന്തിനു ചൂടാവുന്നത്? എവിടെ പോയിരുന്നെന്ന് ഞാൻ ചോദിച്ച തെറ്റായി പോയോ? ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. എവിടെയെങ്കിലും പോകാനും വരാനും എനിക്ക് നിന്റെ പെർമിഷൻ വേണോ? എങ്കിൽ പിന്നെ രജിസ്റ്റർ ബുക്ക് വെക്ക്. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാനതിൽ സമയം എഴുതി ഒപ്പിടാം. അറിയാൻ അവകാശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തവകാശം? എന്തവകാശം നിനക്ക് എന്റെ മേലുള്ളത്? നീ എന്റെ ഭാര്യയാണോ? എന്റെ മക്കളുടെ അമ്മയാണോ? അവകാശം പോലും. അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ആരും അല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഒഴിയാബാധയായിട്ട് എന്റെ കൂടെ കൂടിയിരിക്കുന്നത് നീയാ. എന്നാ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം. എന്നാ പോ, ഈ നിമിഷം പോ. എങ്ങോട്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോ. രാഹുൽ, ഇറങ്ങിപ്പോടി. മനസ്സില്ലെങ്കിലോ? അങ്ങനെ പൊടിയും തട്ടി ഇറങ്ങിപ്പോവും ഞാനെന്ന് വിചാരിച്ചോ? ചുമ്മാതാ. ദേവികയെ നിസ്സാരമായി ഉപേക്ഷിച്ചതുപോലെ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. അങ്ങനെ പോകുന്നവളല്ല ബിന്ദു മേനോൻ. ഭീഷണിയാണ്. അല്ല, ഓർമ്മപ്പെടുത്തല. നിങ്ങൾക്കെന്നെ വിടാൻ കഴിയില്ല രാഹുൽ. നിങ്ങളെ ഞാനും വിടില്ല. വഴക്കുണ്ടാക്കല്ലേ ചക്കരെ, ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് ഹോംവർക്ക് ചെയ്യുക. ചേച്ചിക്ക് പനിയാണോ? വയ്യേ? നോക്കട്ടെ. ചൂടില്ല ചേച്ചിക്കോ? ഇന്നുകൊണ്ട് ഒരു കാര്യത്തിൽ എനിക്ക് തീർച്ചയായി, രാഹുൽ വരും. എവിടെ വരും? പ്രാർത്ഥനയുടെ അടുത്തേക്ക്. അയാള് മറ്റൊരു കെട്ടുപാടിപ്പെട്ട് കിടക്കുകയല്ലേ? ആ കെട്ടുപാടിന് ഇത്രയ്ക്കിത്രേ ബലമേ ഉള്ളൂ നിരഞ്ജൻ. ബിന്ദുമേനോൻ എന്ന് പറയുന്ന സ്ത്രീയെ രാഹുല് വിവാഹം കഴിച്ചിട്ടില്ല. അവർക്ക് കുട്ടികളുമില്ല. വളരെ കണ്ണിങ്ങാണ് ബിന്ദു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുട്ടികൾ വേണ്ടെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതാണ്. അതാവുമ്പോ എപ്പോൾ വേണമെങ്കിലും രാഹുലിനെ ഒഴിവാക്കി അവർക്ക് ഇറങ്ങിപ്പോവാം. ഇനി അഥവാ രാഹുല് വിട്ടുപോയാലും അവർ സേഫ് സൈഡാ. മക്കളെ നോക്കി വളർത്തേണ്ടല്ലോ. എന്നാൽ ഇപ്പുറത്തോ? രാഹുലിന്റെ ഭാര്യയാണ് ദേവിക, മകളാണ് പ്രാർത്ഥന. അയാൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. ആശുപത്രിയിൽ വെച്ച് പുള്ളിയുടെ ടെൻഷനും വിഷമവും ഒന്ന് കാണേണ്ടതായിരുന്നു. കൊച്ചിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള ടെൻഷനായിരിക്കും. അല്ല,
ഞാനും അത്തരത്തിൽ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ പിന്നെ അയാളുടെ കണ്ണീര് കണ്ടപ്പോ വിഷമം തോന്നി. എന്നിട്ട് പാർട്ടി ഹോസ്പിറ്റലിൽ നിന്ന് സ്ഥലം വിട്ടല്ലോ. ഹാ, അതാ മനുഷ്യന്റെ നിസ്സഹായത. ആ നിസ്സഹായതയുടെ കെട്ട് പൊട്ടിച്ച് രാഹുൽ മടങ്ങി വരുമെന്ന ഞാൻ പറഞ്ഞത്. ദേവികയുടെ മുൻപിലെത്തും. ചെയ്തു പോയ തെറ്റിന് ക്ഷമ പറഞ്ഞ് അമ്മയും മോളെ സ്വീകരിക്കും. അവർ ഒരുമിക്കും. ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ല മാഷേ, ഇങ്ങോട്ട് നോക്കി. രാഹുലും അയാളുടെ ഭാര്യയും ഒന്നിക്കുന്നതിന് നിങ്ങൾക്കെന്താ പ്രശ്നം? അവരായി, അവരുടെ ജീവിതമായി. മാഷിനെന്താ പ്രശ്നം? എനിക്കെന്താ, ഒന്നുമില്ല. അത് കൊള്ളാം. മറുപടി കിട്ടിയില്ല എനിക്ക്. തിരിച്ചു വന്നാൽ താൻ അയാളെ സ്വീകരിക്കൂ? ദേവിക, സർ, ഞാൻ ഇത്രമാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഇയാളെ മോളെ ഉപേക്ഷിച്ചു പോകാൻ രാഹുൽ അധികം ആലോചിക്കേണ്ടി വന്നില്ല. നിസ്സാരമായി അയാൾ പൊടിയും തട്ടിപ്പോയി. അതുകൊണ്ട് പറയ്, ഇനിയൊരു തിരിച്ചുവരവുണ്ടായാൽ ദേവിക അയാൾക്ക് വേണ്ടി വാതിൽ തുറക്കുവോ? യെസ് ഓർ നോ? അതാണ് എനിക്കറിയേണ്ടത്. യെസ്, സ്വീകരിക്കും. ഇത്രയേ ഉള്ളോ ദേവികയുടെ അഭിമാനബോധം? നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതല്ലേ അയാൾ എങ്ങനെ ജീവിക്കുന്നതെന്ന്. ശരിക്കും ചീറ്റിയായിരുന്നു രാഹുൽ. ഇപ്പൊ വീണ്ടും നേരിട്ട് കണ്ടതിന്റെ ആവേശത്തിൽ അയാൾ വന്ന സ്വീകരിക്കും പോലും. കുറെ കഴിഞ്ഞ് രാഹുൽ വീണ്ടും പോവില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? രാഹുൽ കാണിച്ച ചതിയാണ്. ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ടും എനിക്ക് അയാളെ മറക്കാൻ കഴിയുന്നില്ല എന്നല്ലേ? അല്ല, രാഹുല് എന്റെ മോളുടെ അച്ഛനാണ്. ഞാനെന്ന വ്യക്തിയുടെ അഭിമാനബോധത്തെക്കാൾ വലുതാണ് ആ സത്യം. ആ അച്ഛൻ മോളെ ഇട്ടെറിഞ്ഞു പോയവനാണ്. തെറ്റ് തിരുത്താൻ തയ്യാറായി അയാൾ വന്നാൽ എനിക്ക് അവഗണിക്കാൻ പറ്റില്ല സർ. കാരണം ഞാൻ ഭാര്യ മാത്രമല്ല, അമ്മ കൂടിയാണ്. ഇതൊരമ്മയുടെ നിസ്സഹായതയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോ രാഹുൽ വന്ന് വിളിച്ചാ എനിക്ക് മോളെയും കൊണ്ട് പോയേ പറ്റൂ. എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു നുണ പറയാനാ തോന്നിയത്. സാറിന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? നുണ പറഞ്ഞെന്നോ? പിന്നെയല്ലാതെ. രാഹുൽ വന്നാൽ ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് നിനക്കറിയില്ലേ? നിരഞ്ജൻ സാറൊന്ന് ഒഴിഞ്ഞു മാറാനാണെങ്കിലും നീ പറഞ്ഞതിലൊരു വലിയ സത്യമുണ്ട്. പ്രാർത്ഥന മോളുടെ അച്ഛനാണ് രാഹുൽ എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ. ആ സത്യം മറന്നിട്ട് പോയ ആളെ എനിക്കിനി വേണ്ട. മോൾക്ക് അവളുടെ അച്ഛനെ വേണമെങ്കിലോ? ഇല്ല സുജ, എന്റെ മോൾ അങ്ങനെ പറയില്ല. അവൾക്ക് ഞാനും, എനിക്ക് അവളും, ഞങ്ങൾക്ക് ദൈവമുണ്ട്. അത് മതി. പ്രാർത്ഥന ആഗ്രഹിക്കുന്നത് പോലെ അവളെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണം. ജീവിതത്തിൽ എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുള്ള ബുദ്ധി ആരോഗ്യം ഈശ്വരൻ എന്റെ കുട്ടിക്ക് കൊടുത്താൽ മതി. ഞങ്ങളെ വേണ്ടാത്തവരൊക്കെ പോയിക്കോട്ടെ. എന്റെ കൂടെ എന്നും മോളുണ്ടാവും. അവള് മാത്രം മതി എനിക്ക്.
എന്നാ ശരി. ശരി. എന്താ? വാതിൽ അടഞ്ഞു നിൽക്കണമെന്നില്ല. ഞാൻ അകത്തേക്ക് കയറുന്നില്ല. ഒരു വിവരം പറഞ്ഞിട്ട് പോയേക്കാം. പ്രാർത്ഥന മോളെ ഇനി നിങ്ങൾ കാണാൻ ശ്രമിക്കരുത്. എങ്ങനെ? മനസ്സിലായില്ല. ഇനി നിങ്ങൾ മോളെ കാണരുതെന്ന്. അത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ലല്ലോ നിരഞ്ജൻ. ഉപേക്ഷിച്ചു പോയ നിങ്ങൾക്ക് കുട്ടിയെ കാണാൻ അവകാശമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ലോക്കൽ ഗാർഡിയൻ തൽക്കാലത്തേക്കുള്ളൊരു സ്ഥാനം മാത്രമാണ്. അതല്ല അച്ഛൻ. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലേ? കോമൺ സെൻസിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങൾ ഇനി പ്രാർത്ഥനയെ കാണരുത്. കണ്ടാൽ ദേവികയോട് എനിക്ക് പറയേണ്ടി വരും മോള് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന കാര്യം. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് അറിയാലോ. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണാനിടയാവരുത്. ഓക്കെ? പിന്നെ കൊച്ചിനെ കാണാൻ പോയല്ലേ? അതാ കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ചൂടായതെന്ന് മനസ്സിലായി. പറ്റില്ല രാഹുൽ, സമ്മതിച്ചു തരില്ല ഞാനിത്. ഞാൻ എന്റെ മോളെ ഒന്ന് കാണുന്നോണ്ട് എന്താ ഇത്ര വലിയ പ്രശ്നം? ഒന്ന് കണ്ടപ്പോഴാണ് പിന്നെയും കാണാൻ തോന്നലുണ്ടായത്. ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ആ കാഴ്ച കുട്ടിയിലൂടെ അവളുടെ അമ്മയിലേക്ക് ചെല്ലും. അപകടമാണത്. ഓ, ഒരു തരത്തിലും മനുഷ്യന് മനസമാധാനം തരില്ലേ നീ? എന്നു തൊട്ട് നിങ്ങൾക്ക് മനസമാധാനം ഇല്ലാതായത്? ദേവിക ഈ നാട്ടിൽ വന്നത് മുതൽ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ സ്ഥലം വിട്ട് പോവാന്ന്. അതല്ല അതിനുള്ള പ്രതിവിധി. ദേവിക തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ വന്ന് താമസിച്ചാലും രാഹുലിന്റെ മനസ്സ് മാറരുത്, കാണാൻ തോന്നരുത്. അതിനുള്ള മനസ്സുറപ്പുണ്ടാവണം. എന്താ പറ്റില്ലേ? രാഹുൽ, എന്റെ ഭാഗത്ത് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് സംസാരിക്കാനല്ല ഞാൻ പ്രിയലക്ഷ്മിയെ കാണണമെന്ന് പറഞ്ഞത്. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിരഞ്ജനോ? എന്ത് പ്രശ്നങ്ങൾ? ഞങ്ങൾ തമ്മിൽ കണ്ട വിവരം പുള്ളി പ്രിയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ മോളെ കാണുന്നുണ്ട്, അയാൾക്ക് എന്താ ബുദ്ധിമുട്ട്?
രാഹുൽ പറയുന്ന എന്താന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. പ്രാർത്ഥന മോൾ ഇനി ഞാൻ കാണരുതെന്ന് നിരഞ്ജൻ എന്നെ വിലക്കിയിരിക്കുകയാണ്. ഞാൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് നിരഞ്ജൻ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. ഗിഫ്റ്റോ? അതെ, ഒരു ഡോൾ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ട്. അത് മിസ്റ്റേക്കാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ പ്രാർത്ഥന എന്റെ മോളാണ്. അവളെ കാണാനും സംസാരിക്കാനും എനിക്ക് അവകാശമുണ്ട്. നിരഞ്ജൻ ലോക്കൽ ഗാർഡിയനാണ് പോലും. നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? എന്ത് ഇഷ്യൂ? മുൻപരിചയം പോലും ഇല്ല. നിരഞ്ജന് പ്രാർത്ഥന മോളോട് വലിയ സ്നേഹമാണ്. സ്നേഹം മോളോടാണോ അതോ അമ്മയോടാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിരഞ്ജനെ നിങ്ങൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആർക്കും ആരെയും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല. അങ്ങനെ തോന്നുന്നത് അബദ്ധധാരണ മാത്രമാണ്. എന്റെ മോളെ പ്രിയ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പക്ഷെ അവളുടെ അമ്മയെ നിരഞ്ജൻ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പ്രിയയ്ക്ക് മാത്രമായിരിക്കും. ഇല്ല രാഹുൽ, എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമാണ്. ആ വിശ്വാസം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പ്രിയ ജനുവിനാണെന്ന് തോന്നിയോണ്ടാണ് ഇത്രയും സംസാരിച്ചത്. അല്ലാതെ ഒരു ഗോസിപ്പ് അവതരിപ്പിച്ചതല്ല. ഓക്കെ ദേ. ചായ എടുത്തില്ലേ? ഇപ്പൊ വേണോന്ന് അറിഞ്ഞിട്ടെടുക്കാന്ന് വിചാരിച്ചു. ഈ സമയത്തൊരു ചായ പതിവുള്ളതല്ലേ? ഈയിടെയായി പതിവുകൾ പലതും തെറ്റുന്നുണ്ടല്ലോ. ഓഫീസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒഴിച്ച് എന്നോട് എല്ലാം തുറന്നു പറയുന്നതായിരുന്നു മുൻപത്തെ പതിവ്. ഇപ്പോ നിരഞ്ജൻ എന്നിൽ നിന്ന് പലതും മറച്ചു വെക്കുന്നുണ്ട്. ഇല്ലേ? എന്താ താൻ ഉദ്ദേശിക്കുന്നത്? ആ ഗിഫ്റ്റ് രാഹുലിനെ തിരിച്ചേൽപ്പിച്ചു എന്ന് എന്നോടെന്താ പറയാതിരുന്നത്? മനസ്സിലായില്ലേ? പ്രാർത്ഥന മോൾക്ക് അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഡോളിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം നിരഞ്ജൻ വാങ്ങിക്കൊണ്ടുവന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അയാളപ്പോ കൃത്യമായി ന്യൂസുകൾ അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഉണ്ടായതുകൊണ്ടാണല്ലോ അറിയിക്കുന്നത്. രാഹുൽ ഓരോന്ന് ചോദിച്ചപ്പോ ചൂളിപ്പോയി ഞാൻ. എന്ത് ചോദിച്ചെന്നാണ്? പറയാം. തന്റെ മോൾക്കൊരു സമ്മാനം കൊടുത്തതിൽ
നിരഞ്ജൻ എന്താ നഷ്ടമെന്ന്. സ്നേഹം മോളോടാണോ അതോ അമ്മയോടാണോ എന്ന്